എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. രഞ്ജിത്ത് ഗോപാൽ കൃഷ്ണനാണ് നമ്മളോടുള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, ജിയോ പൊളിറ്റിക്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. പണ്ട് ഏതെങ്കിലുമൊക്കെ സഖ്യശക്തികളോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിൽ പ്രൊമിനന്റ് ആയിട്ടുള്ള ആള് പറയുന്നത് കേൾക്കുക എന്നതായിരുന്നു വികസിത രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന എക്കോണമി, അല്ലെങ്കിൽ അത്ര പ്രബലമല്ലാത്ത രാജ്യങ്ങൾക്കുണ്ടായിരുന്ന കാര്യങ്ങൾ. പക്ഷെ ഇന്നിപ്പോ അതൊക്കെ മാറി. ആഗോളവൽക്കരണം ഒരുപാട് മാറ്റങ്ങൾ ലോകത്തിലെമ്പാടും ഉണ്ടാക്കുന്നു. ആ ഘട്ടത്തിൽ തന്നെയാണ് ആളുകൾ അവരുടെ എന്താ പറയുക ശക്തി തിരിച്ചറിയുകയും അതിനനുസരിച്ച് രാജ്യം എന്ന നിലയിൽ നിൽക്കുകയും ചെയ്യുന്നത്. അതിന്റെ പ്രധാന ഉദാഹരണം ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ അതിന്റെ ജിയോ പൊളിറ്റിക്കൽ നയങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ഘട്ടമാണ്. അതിനിടയ്ക്കാണ് അലാസ്കയിൽ ഇന്നലെ ട്രംപും പുടിനും തമ്മിലുള്ള ചർച്ച നടക്കുന്നു. ചർച്ചയുടെ ഭാഗമായി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് യുദ്ധത്തിന്റെ അവസാനം എന്ന ഒരു തീരുമാനം ഉച്ചകോടിയുടെ ഭാഗമായി ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷേ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഹങ്കാരമായിരുന്നു കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ട്രേഡ് വാർ നടത്തിക്കൊണ്ട് എല്ലാവരും തന്റെ കാൽക്കീഴിൽ കൊണ്ടുവരാമെന്നായിരുന്നു ട്രംപ് വിചാരിച്ചത്. പക്ഷെ അത് റഷ്യയോട് നടന്നില്ല, ചൈനയോട് നടന്നില്ല, ഇന്ത്യയോട് തീരെയും നടന്നില്ല എന്നുള്ളതാണ്. അലാസ്ക ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ അടക്കം വെച്ചുകൊണ്ട് ന്യൂ വേൾഡ് ഓർഡർ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. എന്താണ് സാർ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പാരഡൈം ഷിഫ്റ്റ്? എന്തൊക്കെയാണ് മാറ്റം? മനുജ പറഞ്ഞ പോലെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഇതിലൊരു മാറ്റം വരുത്താനാണ്. അതായത് ഇപ്പം കഴിഞ്ഞ ഒരു 3-3.5 വർഷമായി ഉക്രൈൻ വാർ സ്റ്റാർട്ടായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ 10,000-കണക്കിന് ആൾക്കാർ അവിടെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ റഷ്യ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു കൈ പുറകെ കെട്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അതായത് ഉക്രൈൻ ഞങ്ങളുടെ സഹോദര രാഷ്ട്രമാണ്, അവരുടെ രാഷ്ട്രീയത്തോടെയും അവരുടെ നിലപാടുകളോടെയുമാണ് ഞങ്ങൾക്ക് വിരോധം. അവിടുത്തെ സാധാരണക്കാർക്ക് പരമാവധി ഉപദ്രവം ഉണ്ടാവാതെ, കൊല്ലപ്പെടാതെ നോക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അത് കാരണമാണ് ഞങ്ങൾ വാറ് രൂക്ഷമാക്കാത്തതെന്ന് റഷ്യ പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ എന്തുകൊണ്ടാണ് ഈ വാർ ഉണ്ടായത് എന്ന് പറയുന്നത്? അപ്പൊ ഇന്നലെ നടന്ന അലാസ്കയിലെ ഉച്ചകോടി, ഇപ്പോ മനുജ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു എന്ന് പറയുന്നു. പക്ഷെ എനിക്ക് വലിയ ശുഭപ്രതീക്ഷ അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പറഞ്ഞത് അതിന് കാരണം ഈ പറഞ്ഞ ട്രംപിന്റെ നിലപാട്, അല്ലെങ്കിൽ അമേരിക്കയുടെ നിലപാട്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ട്രംപ് വേറെ, ഇപ്പൊ കാണുന്ന ട്രംപ് വേറെ എന്നുള്ളത്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ മുമ്പൊരിക്കലും ഞാനും ഇതുപോലെ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം അമേരിക്കയ്ക്ക് എന്നും അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു 2 സഖ്യകക്ഷികളിൽ തന്നെ 2 പ്രധാന കക്ഷികളായിട്ട് USSRും അമേരിക്കയും മാറി. അവര് തമ്മിൽ ഒരു ശീതയുദ്ധമായിരുന്നു ഏകദേശം 70s അവസാനം വരെ. അത് ഒരു 80s ആയപ്പോഴത്തേക്ക്, 89 ആയപ്പോഴത്തേക്ക് USSRനെ തകർക്കുന്നതിലേക്ക് എത്തി. അതെങ്ങനെ എത്തി? റഷ്യയുടെ തൊട്ടടുത്തുള്ള അമേരിക്ക പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാനിലേക്ക് അവരുടെ ആൾക്കാരെ എത്തിച്ചു. അല്ലെങ്കിൽ അതിനെ അവർ ഉപയോഗിച്ച വഴി തീവ്രവാദമായിരുന്നു. ഇറാനെ അവരെ അട്ടിമറിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ USSRന്റെ തകർച്ചയിലേക്ക് എത്തി. പക്ഷെ അതിലെ ഒരു ഏറ്റവും വലിയൊരു രാജ്യമായ റഷ്യ, ആ റഷ്യയെ അമേരിക്ക നാറ്റോ സഖ്യം രൂപീകരിച്ചിട്ട് വീണ്ടും ഒറ്റപ്പെടുത്താനും തകർക്കാനും. റഷ്യ വീണ്ടും ഒരു ആഗോള സാമ്പത്തിക ശക്തിയായിട്ട് ഉയർന്നു വന്നില്ല. പക്ഷെ സ്റ്റിൽ അവരൊരു വലിയ സൈനിക ശക്തിയാണ്. അമേരിക്കയെ 24 മണിക്കൂറിനുള്ളിൽ കടലിൽ മുക്കാൻ പാകത്തിനുള്ള ആണവായുധ ശേഖരം ഞങ്ങളുടെ ഉണ്ട് എന്ന് മുമ്പ് പറഞ്ഞത് യെൽസിനാണ്, മുൻ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന യെൽസിനാണ്. അത് സത്യമാണ് താനും. ആ ഭയം അമേരിക്കയ്ക്കുണ്ട്. പക്ഷെ അപ്പൊ റഷ്യയെ പരിപൂർണമായും സാമ്പത്തികമായിട്ട് തകർക്കുകയും ആഗോള ആധിപത്യം, അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷികളും തമ്മിലുള്ള ബന്ധം പോലും ഒരു അടിമ ബന്ധമാണ് അവരെ സംബന്ധിച്ച്. അതിനാരെതിര് നിൽക്കുന്നു, അവര് വി ആർ നമ്പർ 1, വി വോണ്ട് ടു റിമെയിൻ ആസ് നമ്പർ 1. അതിനുവേണ്ടി എന്ത് കളികളും ചെയ്യും. ഇതാണ് ഉക്രൈൻ വാറിലേക്ക് എത്തിപ്പിച്ചതും. അതുകൊണ്ട് ഇപ്പൊ തന്നെ നമ്മൾ നോക്കൂ, റഷ്യയും ഉക്രൈനും തമ്മിലാണ് വാറ്. എന്തിനാണ് ട്രംപും റഷ്യയും തമ്മിൽ, പുടിനും തമ്മിൽ കാണുന്നത്? സെലൻസ്കി എവിടെ? സെലൻസ്കിക്ക്, അതായത് ഞാനാണ് ഉക്രൈന്റെ ഉടമസ്ഥൻ എന്നുള്ള മട്ടിലാണ് ട്രംപ് ചെല്ലുന്നത് സംസാരിക്കാൻ. ട്രംപിന് വ്യക്തിപരമായ ഉദ്ദേശമുണ്ട്, നോബൽ സമ്മാനം കിട്ടണം എന്നുള്ള പുള്ളിയുടെ എല്ലാ വാറുകളും ഞാനാണ് നിർത്തുന്നത്, അതുകൊണ്ട് എനിക്ക് ഇങ്ങ് തന്നുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അറ്റ് ദ സെയിം ടൈം അമേരിക്കയ്ക്ക് മടുത്തു. കാരണം ഉക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാതു സമ്പത്ത് കൊണ്ട് ഒരുപാട് റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമാണ്.
അവരുടെ അടുത്ത 75 വർഷത്തേക്കുള്ള ഒരു കരാറോ മറ്റോ ആണ് അമേരിക്ക അത് ഖനനം ചെയ്യാനുള്ളത് എഴുതി മേടിച്ചിരിക്കുന്നത്. അതിന് പകരമാണ് ഇവർക്ക് വാറിൽ ഇവരെ സഹായിക്കുന്നു എന്ന് പറയുന്നത്. ആക്ച്വലി യുക്രൈനെ നാറ്റോ സഖ്യത്തിലേക്ക് ചേർക്കാൻ അമേരിക്ക തയ്യാറായി, അല്ലെങ്കിൽ പ്രേരിപ്പിച്ച് സെലൻസ്കിയെ കൊണ്ടുവന്ന് ഇതിലേക്ക് ചാടിച്ചതിന്റെ ഫലമാണ് റഷ്യ ഈ ഉക്രൈൻ വാർ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പോൾ എന്താണ് ഇന്നലെ അലാസ്കയിൽ സംഭവിച്ചത്? റഷ്യ അവരുടെ നിലപാടുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. 2 കാരണങ്ങളുണ്ട് ഉക്രൈൻ വാർ ഉണ്ടായത്. ഒന്ന്, ഈ പറഞ്ഞ നാറ്റോ സഖ്യത്തിലേക്ക് ഉക്രൈൻ പോവാ, അതായത് നമ്മളുടെ മൂക്കിന്റെ താഴെ നാറ്റോ സഖ്യത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും യുഎസിന്റെ സഖ്യകക്ഷികളായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളും കൊണ്ടുവന്നിട്ട് ആണവായുധം സഹിതം വെക്കും. അതായത് റഷ്യയുടെ മൂക്കിന് താഴെ കൊണ്ടുവെക്കുക എന്ന് പറയുന്ന ഇത് പണ്ട് ക്യൂബയിൽ റഷ്യ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ അമേരിക്ക ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അത് മാറ്റിച്ചതല്ലേ എന്ന് പറയുന്ന പോലെ സ്വാഭാവികമായിട്ടും റഷ്യ അതൊരു ഭീഷണിയായിട്ട് കാണുന്നു. അപ്പൊ അതുകൊണ്ട് അത് അവർ സമ്മതിച്ചില്ല. ഒന്നത്, അതിന് അവർ പരമാവധി വാർണിംഗ് കൊടുത്തു നോക്കി, എതിർത്തു നോക്കി. പക്ഷെ സെലൻസ്കി എന്തോ ദുരൂഹമായ കാരണം കൊണ്ട് അമേരിക്കൻ സൈഡിലേക്ക് മാറി. കാരണം ഇതേ സെലൻസ്കി ഒരു കാലത്ത്, അതായത് ഭരണത്തിൽ കയറിയ സമയത്ത്, നമ്മുടെ പുട്ടിന്റെ ഏതാണ്ട് മാനസപുത്രനെ പോലായിരുന്നു. അവർ തമ്മിൽ ഒരു അച്ഛൻ മകൻ എന്നുള്ള പ്രായമേ ഉള്ളതാനും. ഓക്കെ, അപ്പൊ അത്തരം ബന്ധമാണ്. ഇവർ രണ്ടുപേരുടെയും ഫസ്റ്റ് നെയിം വ്ളാഡിമർ ആണ്. പിന്നെ പുട്ടിന് മതമുണ്ടോ എന്നറിയില്ല, ബട്ട് സെലൻസ്കി ജൂതനാണ്. ഇയാളെ അമേരിക്ക സ്വാധീനിച്ചിട്ടാണ് ഇയാൾ യുക്രൈനെ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ചാടിച്ചത്. രണ്ടാമത്തെ കാര്യം, ഉക്രൈന്റെ റഷ്യൻ ബോർഡറിൽ വരുന്ന വടക്ക് കിഴക്കൻ, അതായത് മുകളിലേക്ക് വരുന്ന അവരുടെ പ്രോവിൻസുകളുണ്ട്. നമുക്ക് ഉച്ചാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലുഹാൻസ്ക് തുടങ്ങിയിട്ടൊക്കെ ഉള്ള കുറെ സ്ഥലങ്ങളുണ്ട്. ലുഹാൻസ്ക്, ഖെറോസാൻ, അങ്ങനെ ആണ് പറയുന്നത്. അങ്ങനെ കുറച്ച് പ്രോവിൻസുകൾ. അവിടെ റഷ്യൻ വംശജരാണ് കൂടുതൽ. അവരെ രണ്ടാം തരം സിറ്റിസൺസ് ആയിട്ട് കാണുകയും അവിടെ കുറെ പീഡനങ്ങൾ നടക്കുകയും കൊലപാതകങ്ങൾ നടക്കുകയും റഷ്യക്കാരൻ എന്ന നിലയിൽ അവരെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഇതിനെതിരെയും റഷ്യ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് മനഃപൂർവ്വമായിട്ടുണ്ടായ ഒരു പ്രൊവോക്കേഷനായിട്ടാണ് റഷ്യ കണ്ടത്. ഈ 2 കാരണങ്ങൾ കൊണ്ട് റഷ്യ ഉക്രൈനുമായിട്ട് അവരുടെ റിലേഷൻ മോശമായി. അപ്പൊ ഉക്രൈനിന് മറു സൈഡിൽ നാറ്റോ എന്ന് പറയുന്നത് US, എൻറ്റയർ യൂറോപ്പ്, മേജർ കൺട്രീസ് ഉള്ള യൂറോപ്പ്, ഇവരുണ്ട്. ഞങ്ങൾക്ക് റഷ്യയുടെ ആക്ച്വൽ പവർ എന്താണെന്ന് കണക്ക് കൂട്ടുന്നതിൽ സെലൻസ്കി പരാജയപ്പെട്ടു. അപ്പൊ അത് കാരണമാണ് ഇയാൾ വാറിന് ഇറങ്ങി തിരിച്ചത്. ആ വാർ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ച 3-4 ദിവസം കൊണ്ട് ഉക്രൈൻ തീർന്നു പോകും എന്നുള്ളതാണ്. ആ വാർ ഇന്ന് വരെ നിലനിൽക്കാൻ കാരണം അമേരിക്ക സ്വാഭാവികമായിട്ട് ആയുധങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ്. ആ ആയുധങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. റഷ്യക്ക് പരമാവധി റഷ്യയെ തകർക്കാനുള്ള മാർഗങ്ങൾ നോക്കി യൂറോപ്പിലേക്കുള്ള യൂറോപ്പിന്റെ എൻറ്റയർ കലവറ റഷ്യയാണ്. എൻറ്റയർ യൂറോപ്പിന്റെ കലവറ. ഗ്യാസ് ആയിക്കോട്ടെ, മിനറൽസ് ആയിക്കോട്ടെ, മറ്റു റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, എല്ലാ സാധനവും വരുന്നത് റഷ്യയാണ്. അപ്പൊ അത് യൂറോപ്പില് സ്റ്റീൽ ഫാക്ടറികൾ സഹിതം ജർമ്മനി ഉൾപ്പെടെയുള്ള വലിയ രാജ്യങ്ങളിൽ പോലും അടച്ചുപൂട്ടൽ നേരിടുന്നുണ്ട് ഇപ്പൊ. അതിന് കാരണം റഷ്യയുമായിട്ടുള്ള, എന്നാൽ അണ്ടർഗ്രൗണ്ടിൽ കൂടെ അവർക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അവർ മേടിച്ചു. പക്ഷെ റഷ്യൻ ഓയിൽ പുറത്തേക്ക് പോകാതായാൽ റഷ്യ തകരുമെന്നാണ് അമേരിക്ക പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യം, ഇന്ത്യ റഷ്യയുടെ പഴയ അലിയാണ്. ഇന്ത്യ സ്വാഭാവികമായിട്ടും എല്ലാവരും അവരവരുടെ താല്പര്യങ്ങൾ നോക്കേണ്ട ഒരു കാലഘട്ടമാണിത്. അമേരിക്ക സ്വന്തം താല്പര്യം നോക്കുന്നു, നമ്മൾ അമേരിക്കയുടെ താല്പര്യമല്ല നോക്കുന്നത്, നമ്മൾ ഇന്ത്യയുടെ താല്പര്യമാണ് നോക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചാലും ഓടിച്ചെന്ന് അമേരിക്കയുടെ അടുക്ക പരാതി പറയുന്ന കാലം കഴിഞ്ഞുപോയി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യ റഷ്യയുടെ നിന്ന് മേടിച്ചു കഴിഞ്ഞപ്പോ റഷ്യ അമേരിക്ക പ്രതീക്ഷിച്ച രീതിയിൽ താഴെ പോയില്ല. മറിച്ച് ഉക്രൈൻ വീണ്ടും വീണ്ടും പൈസ തരൂ, ആയുധം തരൂ, പൈസ തരൂ, ആയുധം തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇതിനെയും 75 അല്ല 750 വർഷം അവരുടെ ചൂഷണം ചെയ്താലും ഇതിന്റെ റിട്ടേൺസ് തിരിച്ചു കിട്ടില്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായ സമയത്താണ് അമേരിക്ക ഇപ്പോ ഈ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. അതിന് ട്രംപിന് സ്വന്തം വ്യക്തിപരമായ താല്പര്യവും ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. രണ്ടാമത്തെ കാര്യം, റഷ്യക്ക് യുദ്ധം നിർത്തണം എന്ന ആഗ്രഹമുണ്ട്, ബട്ട് അറ്റ് ദെയർ ഓൺ ടേംസ്. അല്ലാതെ അമേരിക്ക പറയുന്ന രീതിയിൽ ട്രംപ് വിചാരിച്ചത്
പുട്ടിനെ അലാസ്കയിലേക്ക് വിളിച്ചു വരുത്തി, ഞാൻ സൂപ്പർ പവർ ആണ്, ഞാൻ പറയുന്നത് കേട്ടാൽ എനിക്ക് 1/2 മണിക്കൂർ കൊണ്ട് യുദ്ധം നിർത്താമെന്നൊക്കെ പുള്ളി ഇലക്ഷന് മുമ്പേ വാചകം അടിച്ചായിരുന്നല്ലോ. അപ്പൊ അത് പറയുന്നത് ഞാൻ പറയുന്നത് പുട്ടിൻ അങ്ങ് കേട്ടോളും. അപ്പൊ ഈ പുള്ളി അത് വരുന്നതിന് മുമ്പേ പുള്ളി ഒരു ചെറിയൊരു മണ്ടത്തരം ആ എയർഫോഴ്സ് വണ്ടി വെച്ച് പത്രക്കാരെ കണ്ടപ്പോൾ പറയുകയും ചെയ്തു. ഇതൊക്കെ റഷ്യക്കാര് ഇങ്ങനെ മിനിറ്റ് വെച്ച് ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുന്ന. പുള്ളി പറഞ്ഞു, ഇന്ത്യക്ക് ഞാനിപ്പോ 25 കൊടുത്തിട്ടുണ്ട്, റഷ്യക്ക് ഇന്ത്യയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഈ ചർച്ച പരാജയപ്പെട്ടാൽ ഇതിന് ഞാൻ ഇന്ത്യയെ ശിക്ഷിക്കാൻ പോവാണെന്ന് പറഞ്ഞു. എന്നാ പിന്നെ പുട്ട് വിചാരിച്ചു, എന്നാ നീ പോയി ശിക്ഷിക്കുക, ഞാനൊന്ന് കാണട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും. അവര് ഇപ്പൊ ആവശ്യപ്പെട്ടിരിക്കുന്ന ലുഹാൻസ് തുടങ്ങിയിട്ടുള്ള ആ എൻറ്റയർ പ്രോവിൻസുകൾ, ഏതാണ്ട് 20% ഓഫ് ഉക്രൈനിന്റെ സ്ഥലം ഇനി വിട്ടു തന്നേക്കാൻ, അത് വിട്ടു തരിക, ഉക്രൈൻ നാറ്റോയില് കയറാൻ പാടില്ല. ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് അമേരിക്കൻ പരാജയമാണ്. അപ്പൊ അത് ഏറ്റെടുക്കാൻ ട്രംപിന് പറ്റില്ല. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് ട്രംപിന്റെ മുഖത്ത് അത് കഴിഞ്ഞിട്ടുള്ള പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. ശരിക്കും ട്രംപ് ധരിച്ചിരുന്നത് താൻ ഒരു സൂപ്പർ പവർ നേഷന്റെ സൂപ്പർ ലീഡർ ആണ്, സ്വാഭാവികമായിട്ടും താൻ പറയുന്നത് പോലെ മറ്റുള്ളവർ കേൾക്കും, ഇല്ലെങ്കിൽ താഴെ പഠിച്ച് പേടിപ്പിക്കാം എന്നായിരുന്നു. പക്ഷെ അതൊന്നും വിലപ്പോയില്ല, തിരിച്ചടിക്കുകയാണോ ട്രംപിന്റെ വിചാരങ്ങൾ ട്രംപിന് തന്നെ? ട്രംപ് എന്ന് പറയുന്നത് അവരുടെ ഫേസ് ആണ്. ട്രംപിന് വ്യക്തിപരമായിട്ടുള്ള അതിനകത്തുള്ള ഒരു താല്പര്യം, ട്രംപ് ബിസിനസ്സുകാരനാണ്. ഓക്കെ, പുള്ളിക്ക് കമന്ന് വീണാ കാപ്പണം, അതാണ് പുള്ളിയുടെ ഇത്. അപ്പൊ നഷ്ടം വരുന്ന പരിപാടിക്ക് പുള്ളി ഇല്ല. ഒന്നാമത്തെ കാര്യം, വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടണം, ഞാനൊരു മഹാസംഭവമാണെന്ന് എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ട്. ഇത് രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് എവറിത്തിങ് ഈസ് അമേരിക്ക. അമേരിക്കയ്ക്ക് ഒരു നമ്മളൊക്കെ പറയുന്ന പോലെ സോ കോൾഡ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന അമേരിക്കയുടെ CIA മുതൽ അവരുടെ പെന്റഗൺ മുതലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. ഒരു രാജ്യത്തെ ഭരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം പറയുന്ന അനുസരിച്ച് പ്രസിഡന്റിന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവരെ സംബന്ധിച്ച് അവരവരുടെ ലാഭനഷ്ട കണക്കെടുക്കുമ്പോൾ അവർക്കിപ്പം ഈ സാധനം നഷ്ടമാണ്. പക്ഷേ ഈ യുദ്ധം പരാജയപ്പെട്ട് അവസാനിച്ച അമേരിക്കയുടെ കാര്യം കട്ടപ്പോകുകയാണ്. കാരണം ഒന്ന്, മറു സൈഡില് റഷ്യ കയറി സ്ട്രോങ് ആകും. ഇപ്പോൾ തന്നെ റഷ്യക്ക് ഇപ്പം അറിയാമല്ലോ, നമുക്ക് ഗാസ യുദ്ധം കാരണം നെതന്യാഹുവിനും ഉക്രൈൻ വാർ കാരണം പുടിനും അറസ്റ്റ് വാറണ്ട് ഉണ്ട് വേൾഡില്. ആ പുടിനെ വലിയൊരു അംഗീകാരമാണ് ട്രംപ് വിളിച്ചു വരുത്തി ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. അമേരിക്കയ്ക്ക് പുടിനെ വിളിച്ചിട്ട് സ്വീകരിക്കാമെങ്കിൽ ഇനി നാളെ ഞങ്ങൾക്കും ആകാം എന്നുള്ളതായില്ലേ. പുടിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറെ കാലമായിട്ട് വേൾഡ് സ്റ്റേജിൽ ഒരിടത്തും ഒരു ഇതും കിട്ടാതെ ഇരുന്ന ഒരു മനുഷ്യൻ ഒറ്റയടിക്കൽ ലോകത്തിന്റെ ഏറ്റവും ടോപ്പ് രാജ്യം തന്നെ പുള്ളിയെ വിളിച്ച് അംഗീകാരം കൊടുത്തു. ഇനി മറ്റു നാറ്റോ രാജ്യങ്ങൾക്ക് ചെയ്തൂടെ? അപ്പൊ അത് ട്രംപിനെ അവരെ സംബന്ധിച്ച് ഒരു വലിയ സ്ട്രാറ്റജിക്കൽ എററാണ്. രണ്ടാമത്തെ കാര്യം, അവർ പുടിൻ എന്താണ് ആവശ്യപ്പെടാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നന്നായിട്ട് അവർക്ക് തെറ്റിപ്പോയി. പുടിൻ സംബന്ധിച്ച് ഈ അവസരം നല്ല ഗംഭീരമായിട്ട് റഷ്യ ഉപയോഗിച്ചു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഇന്ത്യ ഇപ്പം നമ്മുടെ അജിത് ഡോവലൊക്കെ പോയിരുന്നല്ലോ റഷ്യ. ഇന്ത്യ പോയി അമേരിക്കയുടെ കാല് പിടിക്കും നമ്മുടെ താരിഫിന്റെ കാര്യത്തില്. അപ്പോ അതേപോലെ ഇന്ത്യ റഷ്യയോടെ പറഞ്ഞിട്ട് യുദ്ധം നിർത്താനായിട്ട് പ്രേരിപ്പിക്കും. ഇതൊക്കെയായിരുന്നു നമ്മുടെ പ്രതീക്ഷ. ഇത് രണ്ടും തകർന്നുപോയി. ഇന്ത്യ സ്വന്തം നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാനുള്ള ഓൾട്ടർനേറ്റീവ്സ് നോക്കി. അപ്പൊ ഈ ലോകക്രമം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അമേരിക്കയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റു രാജ്യങ്ങൾ എന്ന രീതിയിലായിരുന്നു. ഇപ്പൊ അത് മാറി. അത് ഈ താരിഫ് വാർ വന്നതോടുകൂടി ഞങ്ങൾ സ്വയംഭരണം എന്ന രീതിയിലേക്ക് ഇന്ത്യ വരുന്നു. മാത്രമല്ല, ചൈനയൊന്നും ഇത് വലിയ കാര്യമായി പോലും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു 90 ദിവസം കൂടി ഇടവേള കൊടുത്തിട്ടുണ്ട് ട്രംപ് താരിഫ് ഏർപ്പെടുത്തിയതിനൊക്കെ. അപ്പോ സ്വാഭാവികമായി വരുന്ന ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടല്ലോ, ഒരു വലിയ മാറ്റം. അമേരിക്ക അത്ര ഗൗനിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അമേരിക്കയോട് ഇങ്ങനെ പ്രതികരിച്ചാൽ അമേരിക്കയും നിലയ്ക്ക് നിൽക്കും എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അപ്പോ ഇന്ത്യ, ചൈന, റഷ്യ എന്ന് പറയുന്ന ഒരു വലിയ എക്കോണമി വരുമ്പോൾ അമേരിക്കയ്ക്ക് മുട്ടിടിക്കുകയാണ് ശരിക്കും. അമേരിക്കയ്ക്ക് മുട്ടിടിക്കുകയല്ല. അമേരിക്ക എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അമേരിക്കയ്ക്ക് ഒരു സ്ട്രാറ്റജിക്കൽ മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ സ്വന്തം സൗഹൃദ രാഷ്ട്രങ്ങൾക്കടക്കം, ഫോർ എക്സാമ്പിൾ ബ്രിക്സ് എന്ന് പറയുന്ന രാജ്യങ്ങൾ അറിയാമല്ലോ. ഇതില് നമ്മൾ പറയുന്ന ബ്രസീൽ, ഫസ്റ്റ് രാജ്യം തന്നെ ബ്രസീലാണ്. ബ്രസീലൊക്കെ അമേരിക്കയുടെ നല്ല സൗഹൃദ രാഷ്ട്രങ്ങളാണ്.
അവർക്കുൾപ്പെടെ വലിയ താരിഫ് അടിച്ചു കൊടുത്തു. ഓക്കെ, അപ്പൊ അമേരിക്ക ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അടിക്കുന്നു, നിങ്ങളെല്ലാം കേട്ടോണം. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പാവങ്ങൾ കേൾക്കുകയാണ്, നിവൃത്തിയില്ല. പക്ഷേ ഇന്ത്യ പോലുള്ള അവർ പ്രതീക്ഷിച്ചത് ഇന്ത്യ പോയി കാല് പിടിക്കും, ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ഓയില് നിർത്തും, അപ്പൊ കാല് പിടിക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അത് നടന്നില്ല. ഇന്ത്യ സ്വന്തം നിലയിൽ, കാരണം ഇന്നിപ്പോ ലോകത്ത് ആരുടെ മുൻപിൽ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ 146 ബില്യൺ ആൾക്കാരുള്ള രാജ്യമാണ്, ഏറ്റവും വലിയ കൺസ്യൂമർ മാർക്കറ്റാണ് നമ്മുടേത്. നമ്മളെയാണ് നിങ്ങൾക്ക് ആവശ്യം, അല്ലാതെ നിങ്ങളെ അല്ല നമുക്ക് ആവശ്യം. നിങ്ങൾക്ക് ഞങ്ങളുടെ സാധനം വേണ്ടായോ, വി വിൽ സെൽ ഇറ്റ് എൽസ്വെയർ, അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ആഭ്യന്തര വിപണിയിൽ വിറ്റഴിക്കും. അതാണ് ഇന്നലെ സ്വാതന്ത്ര്യം GST വലിയ കുറവല്ലേ വരുത്താൻ പോകുന്നത്. അതിനനുസരിച്ചിട്ട് ഇപ്പോ നമ്മുടെ കിറ്റക്സിന്റെ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, കിറ്റക്സ് സാബു തന്നെ പറഞ്ഞു, ഞാന് ഇന്ത്യൻ വിപണിയിലേക്ക് മറ്റു വിപണികളും നോക്കിക്കൊണ്ട്, ഇപ്പൊ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് UK-യുമായിട്ട് വെച്ചു. മോദി പോയി ഉടനെ വളരെ ക്യുക്ക് ആക്ഷൻ അല്ലേ. നമ്മൾ ആരുടെ മുമ്പിലും കീഴടങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നമ്മൾ വളരെ വ്യക്തമാക്കി കൊടുത്തു. അപ്പൊ അമേരിക്കക്ക് ഇപ്പൊ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രിക്സ് കയറി സ്ട്രോങ് ആവുകയും ബ്രിക്സിന്റെ ഒരു കറൻസി വരികാൻ ഉള്ള സാധ്യതയെ മുന്നിൽ കണ്ടിട്ട് ഇപ്പം മനുജ പറഞ്ഞ പോലെ തന്നെ അവർക്ക് യഥാർത്ഥത്തിൽ മുട്ടിടിക്കാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇതുകൊണ്ട് ഇപ്പം ഇന്ത്യ, ചൈന, റഷ്യ ഒരു അച്ചുതണ്ട് രൂപപ്പെടുമെന്നും വീണ്ടും ഒരു ശീതസമരം വലിയ രീതിയിൽ ഉണ്ടാകുമെന്നും, ഈ അച്ചുതണ്ട് രൂപപ്പെടുമായിരിക്കും. കാരണം ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ചൈനയാണ്. ഈ കാണുന്ന എല്ലാ ഇതിന്റെയും ബെനിഫിഷ്യറി ചൈനയാണ്. കാരണം അവർ ഏറ്റവും ഫാസ്റ്റ് ഗ്രോവിംഗ് ആയിട്ടുള്ള കൺട്രിയാണ്. ഇന്ത്യയാണ് ഏറ്റവും GDP-യിൽ ഗ്രോവിംഗ് എങ്കിൽ പോലും, പക്ഷെ ചൈന വളരെ റെഗുലർ ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ലോകം കീഴടക്കുന്ന, അമേരിക്കയുമായിട്ടുള്ള അവരുടെ GDP ഡിഫറൻസ് വളരെ വളരെ പെട്ടെന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ വളരെ ഫാസ്റ്റ് ഗ്രോവിംഗ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യയുമായിട്ടും ഇന്ത്യയുമായിട്ടും ഉള്ള റിലേഷൻ നല്ലതാക്കുക എന്ന് പറയുന്നത് ചൈനയെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. അപ്പോൾ റഷ്യ, ഇന്ത്യ, ചൈന, ബാക്കി ബ്രിക്സ് രാജ്യങ്ങൾ, സൗത്ത് ആഫ്രിക്കയും ബ്രസീലും, മോദി അതേപോലെ പോയിട്ട് ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളും ഒക്കെ ഇതിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാരും കൂടെ ചേർന്ന് അമേരിക്ക ഒറ്റപ്പെടുമോ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ, ഇപ്പം ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളൊന്ന് റിസോൾവ് ചെയ്ത് ഇന്ത്യയുമായിട്ട് നല്ല റിലേഷനിലേക്ക് തിരിച്ചു വരാനുള്ളൊരു ശ്രമമായിരിക്കും. പക്ഷെ അത് അത്ര എളുപ്പമുള്ള വഴിയല്ല. അതിനു മുമ്പ് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഗവൺമെന്റിനെ തട്ടിമറിക്കാൻ പറ്റുമോ, അവർക്ക് പറ്റുന്ന ഗവൺമെന്റിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം അമേരിക്ക നടത്തും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിന്റെ ശ്രമമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ന്യൂ വേൾഡ് ഓർഡറിൽ അമേരിക്കയുടെ സ്ഥാനം എന്തായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യ ഏത് രീതിയിലായിരിക്കും ഇനി ഫ്യൂച്ചർ? അത് ആത്മനിർഭർ ഭാരതിന്റെ വലിയൊരു പ്രഖ്യാപനമാണ് ഇന്നലെ നരേന്ദ്രമോദി നടത്തിയതല്ല. അങ്ങനെ വരുമ്പോ തദ്ദേശീയമായി ഇന്ത്യ കൂടുതൽ ഇതാവുകയും, ഇപ്പൊ നമുക്ക് 4ാം എക്കോണമി എന്നുള്ളത് ഒരു 3rd പൊസിഷനിലേക്ക് ഇന്ത്യ മൂവ് ചെയ്യാനുള്ള സാധ്യതകളല്ലേ ഇപ്പോൾ കാണുന്നത്? 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അമേരിക്ക ആഗ്രഹിക്കുന്ന പോലെ ഇനി ലോകം ചലിക്കില്ല. അമേരിക്ക വൺ അമംഗ് ദ റെസ്റ്റ് എന്നുള്ളതേ വരത്തുള്ളൂ. ഓക്കെ, ഞാനാണ് വലിയേട്ടൻ എന്നുള്ള മട്ടിലുള്ള അവരുടെ തീരുമാനം ഇനി ലോകത്ത് നടപ്പാകാൻ പോകുന്നില്ല. മറിച്ച് അവര് മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് ഒരുമിച്ച് വളരാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. ഈ പറയുന്ന പല വാറുകളും പല രാജ്യങ്ങളിൽ നടക്കുന്നതും ഒക്കെ നിൽക്കും. പക്ഷെ അവർക്ക് ഈ പറയുന്നവരെ ഓരോരുത്തരെ അട്ടിമറിച്ച് എല്ലാവരും ഞങ്ങളുടെ സാമന്തന്മാരായിട്ട് ജീവിച്ചോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ ഈസ് ഗോയിങ് ടു ഗ്രോ ബിഗ്. അവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഒരുപാട് ഇന്ത്യക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യ ബിഗ് ആവുന്ന സമയത്ത് നമ്മുടെ രൂപയുടെ മൂല്യം വർദ്ധിക്കും എന്ന് പറയുന്നത്. ഓക്കെ, അത് ഐ ഡോണ്ട് തിങ്ക് ഇന്ത്യ ഗവൺമെന്റ് അത് ചെയ്യും എന്നുള്ളൊരു കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപാട് പേര് അതിനെ പറ്റിയിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്, നമ്മുടെ മൂല്യം വർദ്ധിക്കും. അതായത് ഇപ്പൊ $1 എന്ന് പറയുന്നത് 80-88 രൂപയോളമാണ്. പക്ഷെ അത് കുറഞ്ഞ 50 രൂപയിലേക്ക് എത്തും എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എക്സ്പോർട്ടുകൾ കൂടുതൽ ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ കറൻസി നമുക്ക് വരണം, മനസ്സിലായില്ലേ? അപ്പൊ അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ നമ്മൾ നമ്മുടെ ഇന്ത്യൻ രൂപയെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം RBI അതിന്റെ പ്രഖ്യാപനം ഇറക്കി കഴിഞ്ഞു. അതായത് സ്വാതന്ത്ര്യദിനത്തിന് മുമ്പ് തന്നെ സ്പെഷ്യൽ വോസ്ട്രോ അക്കൗണ്ട്, സ്പെഷ്യൽ റുപ്പി വോസ്ട്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് SRVA എന്ന് പറഞ്ഞ അക്കൗണ്ട് തുറക്കാൻ മറ്റു രാജ്യങ്ങളിലെ ബാങ്കുകൾക്ക്
RBIയുടെ നേരത്തെ ഉണ്ട് അത് കേട്ടോ, പക്ഷെ അതിന് RBIയുടെ സ്പെഷ്യൽ പെർമിഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ആവശ്യമായിരുന്നു. ഇനി അത് ആവശ്യമില്ല. അതായത് എവിടെ ഫോറിൻ ബാങ്കുകൾക്ക് ഡയറക്റ്റ് ഇന്ത്യൻ ബാങ്കുകളിൽ അവരുടെ SRVO അക്കൗണ്ട് തുറക്കാം. അങ്ങനെ ആവുമ്പോൾ ഡയറക്റ്റ് ട്രേഡ് നടക്കും. ഇതിനിടയിൽ നിൽക്കുന്ന ഡോളർ ആവശ്യമില്ലാതെ വരും. ഡോളറിനോടുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കുമ്പോൾ നമ്മുടെ രൂപയുടെ ശക്തി വർദ്ധിക്കും, ബട്ട് മൂല്യം നമ്മൾ വർദ്ധിപ്പിക്കില്ല. അത് രണ്ടാണ്. എന്റെ ഒരു അസംഷനാണ്, ഇറ്റ് മേ ബി റോങ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും NRIs ഒരുപാടുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് എക്സ്പോർട്ടുകൾ ഉണ്ട്. നമുക്ക് അതുപോലെ റുപ്പിയിൽ തന്നെ ട്രേഡ് ചെയ്യാൻ സമയത്ത് നമുക്ക് ഏതാണ്ട് ഒരു ബാർട്ടർ സിസ്റ്റം മാതിരി തന്നെ നമുക്ക് ഒരുപാട് രാജ്യങ്ങളുമായിട്ട് പല കച്ചവടങ്ങൾ ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ഗുണം ഉണ്ടാവുമെങ്കിലും ജപ്പാൻ മാതിരി, ഇപ്പൊ ജപ്പാന്റെ യെന്നിന് നമ്മുടെ രൂപയെക്കാളും മൂല്യം കുറവാണ്, മനസ്സിലായി. അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മൾ ആ രീതിയിൽ സാമ്പത്തിക രംഗത്തെ ശക്തമാക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുക. പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ അമേരിക്കയുടെ ഈ പറയുന്ന പ്ലാനുകൾക്ക് മുമ്പിൽ അമേരിക്ക എന്നല്ല, ചൈന എന്നല്ല, റഷ്യ എന്നല്ല, ഒരു രാജ്യങ്ങളെയും കണ്ണും പൂട്ടി ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമുക്കെന്നല്ല, ആർക്കും പറ്റില്ല. ഇപ്പൊ ഇന്ത്യ ഹാസ് ഗോട്ട് ദെയർ ഓൺ ഇൻട്രസ്റ്റ്. ഇന്ത്യ അമേരിക്കയുമായിട്ട് കഴിഞ്ഞ 1-2 ദശകങ്ങളായിട്ട് നല്ല റിലേഷൻ ആയിരുന്നു. പക്ഷെ അതേ സമയം തന്നെ അതേ അമേരിക്ക ഇന്ത്യയെ ട്രീറ്റ് ചെയ്യുന്ന ഏതാണ്ട് ഈക്വൽ ആയിട്ടാണ് പാകിസ്ഥാനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ന്യായമായ കാര്യമല്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു തരത്തിലുള്ള കമ്പാരിസണും ഇല്ല. അവർ രണ്ടും ശത്രുക്കളാണെന്നുള്ളതിൽ ഒഴിച്ച, ശത്രുത അവർക്കാണ്, നമുക്കല്ല. നമ്മൾ ഇതുവരെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്നില്ല. നമ്മള് വെറുതെ ഇരിക്കുന്ന സാധാരണ ജനങ്ങൾ, ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും നമ്മൾ അവിടുത്തെ സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടില്ല. അവര് നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് പുറകിൽ നിന്ന് അതിന് തിണ്ണമെടുക്ക് അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം പുറകിൽ നിന്ന് അമേരിക്ക അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ടാണ്. ഇതേ പാകിസ്ഥാൻ ഈ പറയുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ, ചൈനയുടെ, റഷ്യയുടെ ഒക്കെയുള്ള ഒരു വിസിനിറ്റിയിലുള്ള ഏഷ്യയിലുള്ള ഒരു രാജ്യമാണ്. അവിടെ അവരുടെ സ്വന്തം രാജ്യം മാതിരിയാണ് പാകിസ്ഥാനെ അവർ ഹാൻഡിൽ ചെയ്യുന്നത്. അവിടെ ഇപ്പൊ നമ്മൾ പറയുന്ന റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കിരാനയിൽ തകർന്നു പോയത് അവരുടെ സ്വന്തം ആണവായുധങ്ങളാണ്. കുഴിച്ചു മൂടപ്പെട്ടു, അതിനെ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. വി ഡോണ്ട് നോ ദ ഡീറ്റെയിൽ, നമുക്ക് ആധികാരികമല്ലാത്ത കാര്യങ്ങൾ പറയണ്ട. ബട്ട് സ്റ്റിൽ സത്യം അതാണെങ്കിൽ പരാജയം നേരിട്ടത് അമേരിക്കയ്ക്കാണ്. അതിന്റെ ചുരുക്കം അവർക്ക് ഇന്ത്യയോടുണ്ട്. ആ ചുരുക്കം കൂടിയാണ് അവർ ഈ താരിഫ് വാറില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളെക്കാളും കൂടുതൽ കാര്യങ്ങൾ റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ചൈനയ്ക്ക് നമ്മളെക്കാളും കുറഞ്ഞ താരിഫ് കൊടുക്കുകയും നമുക്ക് കൂടുതൽ തരേണ്ടയും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം മോദി ഗവൺമെന്റ് ബ്രിക്സ് എന്ന് പറയുന്ന രാജ്യത്ത്, ഒന്ന് പാകിസ്ഥാനുമായിട്ടുള്ള റിലേഷൻ, രണ്ടാമത്തെ കാര്യം ബ്രിക്സിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ബ്രിക്സ് സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ, ചൈന, റഷ്യ ആ അച്ചുതണ്ട് ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ബിഗ് ബ്ലോ ഫോർ ദ യൂറോപ്യൻ കൺട്രീസ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അതേസമയം ആരുമായിട്ട് റിലേഷൻ മോശമാക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പോയി ബ്രിട്ടനോട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ബ്രിട്ടന് ഭയങ്കര ഗുണമാണ് ചെയ്യാൻ പോകുന്നത്. ബ്രിട്ടന് ഭയങ്കര ഗുണമാണ് ചെയ്യാൻ പോകുന്നത്. സെയിം ആസ് നമുക്കും അതുകൊണ്ടാവും. പക്ഷെ അപ്പൊ ഈ പറഞ്ഞ ഇതില് ഈ ഒരു ജിയോ പൊളിറ്റിക്സിലൊരു കുഴഞ്ഞു മറിഞ്ഞ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം നിൽക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം അമേരിക്കയുടെ ഏകാധിപത്യവും അല്ലെങ്കിൽ സൂപ്പർമസിയും ഒന്നും ഇനി ഈ ലോകത്ത് വില പോവാനായിട്ട് പോകുന്നില്ല. അതാണ് അതിന്റെ ഒരു ചുരുക്കം. ഓക്കെ, എന്തായാലും വളരെ വ്യക്തമാണ് സർ പറഞ്ഞ കാര്യങ്ങൾ. അമേരിക്ക ഇനി മുതൽ വലിയേട്ടനല്ല എന്നുള്ള താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ റീഫ്രേസ് ചെയ്ത് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. ഒരുപാട് നന്ദി മറുനാളിനോട് സംസാരിച്ചത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.